ഈ വിഷയത്തെക്കുറിച്ച് അധികാരം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ TVക്ക് തമിഴിക വെട്ടിക്കഴകം നമ്മുടെ വിജയുടെ പാർട്ടിയുടെ വിജയ് മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില പരിപാടികളിൽ തൃശ്ശ പങ്കെടുത്തിട്ടുള്ള ചില ഫോട്ടോസ് വൈറലായിരുന്നു. ഈ ഫോട്ടോസ് വന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിനകത്ത് മലയാളികൾ കമൻറ്റ് ഇടുന്നതാണ്. മലയാളികൾ കമൻറ്റ് മാത്രമല്ല, പല ആൾക്കാരും തമിഴന്മാരാണെങ്കിൽ കണ്ണടച്ച് തൃശ്ശയുടെയും വിജയൻ്റെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പല സിനിമയുടെയും റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അയാളുടെ സ്വന്തം മക്കളും മുൻ ഭാര്യയും അയാൾ ഇതുവരെ അംഗീകരിച്ചില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു വിജയത്തിന് ശരിക്ക് ആസ്വദിക്കേണ്ട, അത് ആഘോഷമാക്കേണ്ട രണ്ട് മക്കൾ ഇപ്പം വൈഫിൻ്റെ കൂടെയാണ്. പിന്നൊരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ ഇപ്പോഴീ അവിഹിതമൊക്കെ വലിയ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സമൂഹമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുമ്പോൾ വലിയ സംഭവമാണ്. ഇത് സാധാരണ ഒരു കുടുംബത്തിലൊക്കെ നടക്കണം. സാധാരണ കുടുംബം വിട്ടോട്ടെ, നമ്മുടെ മലയാള സിനിമയിൽ മലയാളത്വമുള്ള ഒരു നല്ലൊരു മുൻനിര നായികയായിരുന്നു കാവ്യ മാധവൻ. പുള്ളിക്കാരി ഇക്കാര്യം കുറച്ച് ഒരു കോൺട്രവേഴ്ഷ്യലാണ്. പുള്ളിക്കാരി പറഞ്ഞ ദിലീപിനെ പ്രേമിച്ച സമയത്ത് ഒബ്വിയസ്ലി ബഞ്ജുവായിട്ട് പ്രശ്നം ഉണ്ടാവുന്നു, അതും ഒരു അവിഹിതമാണ്, സമ്മതിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ഒരു കലാകാരി കാവ്യമാധവൻ എന്ന് പറഞ്ഞ കലാകാരി ഇപ്പം സിനിമയിലില്ല. പക്ഷെ ഇപ്പോഴും അവരുടെ പല പോസ്റ്റുകൾക്കും വിദ്വേഷ കമൻറ്റുകളും കാര്യങ്ങളും ചെയ്യുന്ന അതേ മലയാളികൾ തൃശ്ശയുടെ കാര്യം വന്നപ്പം അക്ക സൂപ്പർ എന്നൊക്കെ പറഞ്ഞ കിടിലൻ കമൻസാണ് പോസ്റ്റുമായിട്ട്. ഈ ഇരട്ടത്താപ്പിന് എന്താണ് അർത്ഥം? ഒരു പ്രമുഖ വ്യക്തി, അയാളുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ആക്ടറാണ് വിജയ്, അത് സമ്മതിക്കുന്നു. പുള്ളിക്കാരനുണ്ടാക്കുന്ന റെക്കോർഡ് കേരളത്തിലും എല്ലാ തമിഴ്നാട്ടിലൊക്കെ പുള്ളിക്കാരനുണ്ടാക്കുന്ന റെക്കോർഡ് സംഭവമാണ്. പുള്ളിക്കാരനൊരു പാർട്ടി ഉണ്ടാക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഈ പുള്ളിക്കാരനൊരു പാർട്ടി ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ പാർട്ടി ജയിക്കുന്നു, മുഖ്യമന്ത്രി ആവുന്നു, അതൊക്കെ വലിയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക് എന്തിനാണ് ഇവരുടെ ഈ ഒരു പ്രണയവും ഈ ഒരു അവിഹിത ബന്ധമൊക്കെ? അവിഹിത ബന്ധം എന്ന് ഞാൻ പറയുന്നില്ല, മീൻസ് ഈ ഒരു ബന്ധം പണ്ടോട്ടേ ഉണ്ടെന്നല്ലോ. വയസ്സ് പോതുമ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ചെറിയ പ്രായത്തിലുണ്ട്, പിന്നെയാണ് അതിങ്ങനെ വളർന്ന് പന്തലിച്ച് ഇങ്ങനെയാകുന്നത്. സോ ആ ഒരു ബന്ധത്തിന് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാൻ മാത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മലയാളികൾക്ക് എന്താണ് ഈ ഇരട്ടത്താപ്പ്? ദിലീപിനും കാവ്യം ചെയ്യുമ്പം, ഈ തൃശ്ശ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തെറ്റെല്ലാവരും ചെയ്യുമ്പോഴും തെറ്റാണ്. അതിന് ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക, അത് അവരുടെ ലൈഫാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ എന്തിനും അതിൽ ഇത് പറയുന്നു എന്നുള്ളതല്ല, അത് ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ തമിഴന്മാരെ കുറ്റം പറയില്ല. കാരണം അവരുടെ ഒരു മെൻറ്റാലിറ്റി എനിക്ക് തോന്നിയ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കമ്പാരറ്റീവ്ലി ഇൻ കേരള. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, കബാലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് കബാലിക്ക് ടിക്കറ്റ് കിട്ടാനുണ്ട്. ഞാനിന്ന് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. ഞാൻ വാർത്തയിൽ കണ്ടാണ് കബാലിക്ക് ടിക്കറ്റ് കിട്ടാനുണ്ട്, ഒരു ആരാധകൻ ജീവൻ ഒടുക്കി ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയിട്ട്, അങ്ങനെ 1-2 മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സോ അവർക്ക് താരാരാധന അങ്ങനെ വലിയൊരു തലയിൽ പിടിച്ച ഒരു ടീമാണ്. സോ ആ ഒരു കേസ് വേറെ. അപ്പം ഇതിന് ഈ മലയാളികളിലും ചില ആൾക്കാരുടെയൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ വെറുപ്പീരാണ്. കാരണം ഇങ്ങനത്തെ ഒരു കുടുംബം തകർത്ത്, ഓക്കെ, അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. നമ്മളിങ്ങനെ വലിയ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ മാത്രം ഒരു സംഭവമൊന്നും പുള്ളിക്കാരൻ ചെയ്തിട്ടൊന്നുമില്ല. ആസ് എൻ ആക്ടർ ഹീസ് ഗുഡ്, ആസ് എ ക്രൗഡ് പുള്ള. ഇപ്പോൾ പൊളിറ്റീഷ്യൻ നമുക്കറിയില്ല, എന്താണ് നമുക്ക് ഭാവിയിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ബന്ധത്തിന് ഈ തൃശ്ശയടക്കം വരുന്ന അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവർ വന്നിട്ട് പോട്ടെ. അതിനിങ്ങനെ ചുമ്മാ അവരുടെ ആ ഒരു പോസ്റ്റ് ഇട്ട് രണ്ടുപേരും ഒന്നിച്ച് വെച്ച് ഗ്ലോറിഫൈ ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വല്ലായികയാണിത് കാണുമ്പം. അപ്പം ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞ ദിലീപിനെ ഞാൻ ഇട്ടെടുത്തല്ല. പക്ഷേ ഒരു ഇരട്ടത്താപ്പ് പാടില്ല. എല്ലാവരും തെറ്റിയെന്ന് എല്ലാവരും തെറ്റുകാരാണ്, ശരി ചെയ്യുന്ന എല്ലാവരും ശരിയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അതിന് ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പം നമ്മൾ അത് വിടുക. ഇനിയിപ്പോൾ ഭാവി നമുക്ക് കണ്ടറിയാം. പക്ഷെ എന്നാലും ഇപ്പം എന്താണ്, അമ്മാവൻ അടുപ്പിലും അങ്ങനെ ഒരു സംഭവമില്ല, എന്താണ് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ. അവർ ചെയ്യുമ്പം വലിയ സംഭവമാണ്. ഇവിടെ ചെയ്യുമ്പോൾ, നമ്മളുടെ ഒരാൾ ചെയ്യുമ്പോൾ എൻ്റെ അമ്മോ സഹിക്കാൻ പറ്റൂല. എനിവേ, ബൈ.